ഇത് ബജാജിൻ്റെ ഏറ്റവും പുതിയ പൾസർ, അതായത് പൾസർ NS400Z എന്ന് പറയുന്ന മോഡൽ. എനിക്ക് തോന്നുന്നു ഇത്രയധികം വേരിയൻ്റ് ഉള്ള വേറൊരു ബൈക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 250 സീരീസ് മുതൽ ഇപ്പം ഇതാ 400cc വരെ എത്തി നിൽക്കുകയാണ്. സോ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബൈക്കിലേക്ക് വരുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകളൊന്നും പറയാനില്ല. പ്രധാനമായിട്ടും ഇതിൻ്റെ ECU റിലേറ്റഡ്, എൻജിൻ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ചേഞ്ചുകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ കാണാം. ആ ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ABSൻ്റെ ഇതുപോലെ ടയർ, അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ സെയിം തന്നെയാണ്. ഈവൻ കളർ ടോൺ വരെയും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഈ പൾസർ എന്ന് പറഞ്ഞാൽ ലെറ്ററിങ് ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു എലമെൻ്റ് ആണല്ലേ. കാരണം ടൈംലെസ് പോലെ ഇങ്ങനെ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയറിൻ്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. റേഡിയൽ ടയറുകൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോണോകോക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ചെയിനൊക്കെ കാണാം അല്ലേ, ആ ഒരു കൺട്രോളിൻ്റെ ഭാഗത്തായിട്ട്. അതുപോലെ ടയറിനകത്തൊരു റെഡ് എലമെൻ്റ് ഒക്കെ കൊടുത്തു, അതൊക്കെ ഭംഗിയുണ്ട്. അതുപോലെ ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ ബാക്കിലിരിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില വാഹനത്തിനകത്ത് ഭയങ്കര ഹൈറ്റിലാണ് ഈ ഒരു സീറ്റ് ഉണ്ടാവുക, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഒരു ഫാമിലിനൊക്കെ സംബന്ധിച്ചോളം അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. NS400Z എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. ഇനി ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വരാം. ഹാൻഡിൽ ആൻഡ് ക്ലസ്റ്റർ. ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബട്ടൺസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ആക്സലറേഷൻ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, അത്യാവശ്യം റീഡബിൾ ആണ്, നൈസ്. അതുപോലെ ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ മൊബൈൽ യൂസേഴ്സ്. അതുപോലെ ഈ ഒരു സ്ക്രീൻ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിനകത്താണ് നമുക്ക് ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. 3 ഡ്രൈവ് മോഡുകളുണ്ട്. വെഹിക്കിൾ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ റൈഡ് മോഡ് സെലക്ട് ചെയ്യാം. റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ്. ഓഫ് റോഡിലേക്ക് വരുന്ന സമയത്ത് ABS കട്ടാവും. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ട് മോഡിൻ്റെ കുറച്ച് താഴെയാണ്, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ട്രോട്ടിൽ കിട്ടുന്നുള്ളത്. സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന സമയത്ത് ആണ് ഇതിൻ്റെ ടോപ്പ് പവർ നമുക്ക് കിട്ടുക. നേരത്തെ ഉണ്ടായിരുന്ന പൾസറിനകത്ത്, അതായത് 400cc വരുന്ന സമയത്ത് 40 ഹോഴ്സ് പവറാണ് ഉണ്ടായിരുന്നത്. അത് 43 ആക്കി ഈ ഒരു മോഡലിനകത്തേക്ക് വന്ന സമയത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് എൻജിൻ ചേഞ്ചസ് ഉണ്ട്, ഞാൻ പറയാം. എൻജിനിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഹോഴ്സ് പവർ ഇമ്പ്രൂവ് ചെയ്തു എന്നാണ്. എന്നാൽ അതിനൊപ്പം കുറേ ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർജ് പിസ്റ്റൺ അലുമിനിയം അലോയി ആണ്. അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 കിലോ വരെ ഇവർ ലാഭിച്ചിട്ടുണ്ട് എന്നതാണ് പിസ്റ്റൻ്റെ കേസിൽ. അതുകൊണ്ടുണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവിങ് കൂടുതലായിരിക്കും, അതായത് കൂടുതൽ നമുക്ക് റവ് ചെയ്യാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നത് ഡോമിനാറിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു പിസ്റ്റനാണ്, പക്ഷേ ഇതിപ്പം അവരുടെ പുതിയ Gen 2 ഡ്യൂക്കിലൊക്കെ ഉള്ള ആ ഒരു പിസ്റ്റണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം RPM ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. നേരത്തെ 9.7, അതായത് 9700 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 10,700 എന്നുള്ള രൂപത്തിലേക്ക് ഇതിൻ്റെ RPM റെഡ് ലൈനിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വരുത്തിയിട്ട് എയർ ഡക്റ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ എയർ ഇൻടേക്ക് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൂടുതൽ റവിങ്, അതായത് RPM കൂട്ടാനും സാധിക്കും എന്നുള്ളതാണ്. അതാണ് എൻജിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു ചേഞ്ച്. ആക്സലറേഷനിൽ ചേഞ്ച് വരും, അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ എൻജിൻ വൈസ് ഇതാണ് ചേഞ്ച്. ഇനി റൈഡിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് സ്പോർട്ട് ഷിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഗ്നീഷനും ഫ്യൂവലും ഇത് സോഫ്റ്റ്വെയർ വെച്ച് കട്ട് ചെയ്യും. സെൻസർ ഉപയോഗിച്ചുള്ള സോഫ്റ്റ്വെയർ വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ഷിഫ്റ്റിംഗ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. നല്ല സീറ്റിംഗ് പൊസിഷൻ ആട്ടോ. അതിന് കൂടെ ഒരു കാര്യം കൂടി പറയാം, ബ്രേക്കിങ്ങും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8% ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും പെർസെൻറ്റേജ് ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു എഞ്ചിൻ ചേഞ്ചസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്സലറേഷനിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 7.5 ആണ് 0 to 100 ടച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന സമയം. അത് 6.4 ആക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 3.4 ആയിരുന്നു 0 to 60 ഉണ്ടായിരുന്നത്, അത് 2.7 ഉണ്ട്. ഇപ്പോൾ 0 to 60 അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. മോർ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 28 km/ലിറ്റർ എന്നുള്ളത് അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 400cc ആട്ടോ, അത് ഓർക്കണം. സോ ഇതാണ് പൾസറിൻ്റെ ഏറ്റവും പുതിയ NS400Z എന്ന് പറയുന്ന മോഡൽ. ഹെഡ്ലാമ്പൊക്കെ ആ ഒരു LED സിസ്റ്റം തന്നെ കേട്ടോ. നമ്മൾ ആ DRL യൂണിറ്റൊക്കെ നമുക്ക് കാണാം. കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ഫേസ്, ഒരു കാളക്കുറ്റൻ എന്നൊക്കെ പറയുന്നത്, അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് നിലവിൽ ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇനി ഇത് റൈഡ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. നമ്മളേ റൈഡിന് പോവാണ്. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. എക്സോസ്റ്റ് നോട്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കമ്പനി പറയുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് റവ് ചെയ്യുന്ന സമയത്ത്, മീൻസ് നല്ല ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ഫീൽ ഡിഫറൻസ് ഒക്കെ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാനൊന്ന് കേൾപ്പിക്കാം.
എക്സോസ്റ്റ് പൈപ്പ് ആക്ച്വലി ഈ ഒരു ഭാഗത്താണ് എൻഡ് ആവണത്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഇതാണ് എക്സോസ്റ്റ് നോട്ട്. ബാ നമുക്കൊന്ന് റൈഡ് ചെയ്യാം. അതേ നമ്മൾ നമ്മുടെ പൾസർ NS400C നമ്മളൊന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും പെർഫോമൻസ് കൂടുതലുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. പക്ഷേ ആക്സലറേഷൻ റെസ്പോൺസ് നല്ലതാണ്. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്വിക്ക് ഷിഫ്റ്റർ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഗിയർ അപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളിത് സഹായിക്കുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. പിന്നെ നല്ല കനമുണ്ട്, അതായത് വെയിറ്റ്. അപ്പോൾ ആ ഒരു വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കുന്ന സമയത്തും കുറച്ചൊരു സോളിഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു കനമുള്ള വണ്ടി കുറച്ചൊരു സ്പീഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു ഫീലാണ് ശരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നൈസ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസിനെ പറ്റിയിട്ടായിരുന്നു. ആ ഒരു കാര്യം നല്ല രീതിയിൽ ഈ ഒരു ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ് ഇപ്പം കുറച്ചും കൂടി നൈസാണ്, അഗ്രസീവാണ് എന്നുള്ളതാണ്. അപ്പോൾ ത്രോട്ടിലും അത്യാവശ്യം പവർഫുൾ ആയിട്ടുണ്ട്, ആക്സലറേഷനും അത്യാവശ്യം പവർഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ NS ഓടിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യം. ഐസ്. പിന്നെ വേറെ കാര്യം, ഈ ഒരു ലുക്കിൽ ഇവിടുന്ന്, അതായത് ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ടാങ്കും ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമൊക്കെ കാണുന്ന ആ ഒരു ലുക്ക് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇറ്റ്സ് ഗുഡ്. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഹോഴ്സ് പവർ കൂട്ടിയ പോലെ തന്നെ മാക്സിമം സ്പീഡും കൂട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ത്രോട്ടിൽ കൊടുത്ത് കയറ്റാൻ നോക്കുകയാണ്. നമുക്ക് കിക്ക് ഷിഫ്റ്റ് നൈസാണ്. 4th ഫിഫ്ത്ത്, 6th, യെസ്. കോർണറിങ് ഒക്കെ നൈസാട്ടോ. പിന്നെ അതുപോലെ തന്നെ വീലിൻ്റെ കാര്യത്തിൽ റേഡിയൽ ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ബാക്കിൽ 140 ആയിരുന്നു, ഇപ്പോൾ അത് 150ലേക്കും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യം. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഗ്രിപ്പ് കിട്ടാനും കുറച്ചും കൂടി കർവൊക്കെ കുറച്ചും കൂടി നൈസായിട്ട് കൊണ്ടുവരാനും ഒക്കെ അത് സഹായിക്കും എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്കിത് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ്. നല്ല എന്താ പറയുക, ആക്സലറേഷനും അതിൻ്റെ ബ്രേക്കിങ്ങും നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നതാണ്. ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബജാജ് പൾസർ NS400Z ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വരാനുള്ള ചേഞ്ചസും ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലുകളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.